എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ആക്സിഡൻറ്റുകളിലൊന്നാണ് കുട്ടികൾ വണ്ടി ഇറങ്ങിയിട്ട് സ്കൂൾ ബസ് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു റോഡ് ക്രോസ് ചെയ്ത് കിടക്കുമ്പോൾ ഒരുപാട് ആക്സിഡൻറ്റുകളുണ്ട്. ഇപ്പോൾ ഈ മുകളിൽ കാണുന്ന വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ആക്സിഡൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതൊരെണ്ണം മാത്രമേ ഞാൻ കാണിച്ചു എന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ നിങ്ങളെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്കൂൾ ബസ് നിർത്തി കഴിഞ്ഞാൽ, ഒരു വാഹനം നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡിനപ്പുറത്ത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുണ്ടാവാം. ചിലപ്പോൾ സഹോദരങ്ങളാവാം, ചിലപ്പോൾ അച്ഛനമ്മയാവാം, ചിലപ്പോൾ അച്ചാച്ചനോ അച്ഛമ്മയോ, അങ്ങനെ ആര് വേണമെങ്കിലും റോഡിനപ്പുറത്ത് വരും. ഒരിക്കലും കുട്ടിയോട് പറയുക, ഒരു സ്കൂൾ ബസ് നിർത്തി കഴിഞ്ഞാൽ ആദ്യം ആ കുട്ടി ചെയ്യേണ്ടത് ആ സ്കൂൾ ബസ് അവിടെ നിന്ന് പോകുന്നത് വരെ അവിടെ അനങ്ങാതെ നിൽക്കുക എന്നുള്ളതാണ്. അല്ല, ചില കുട്ടികൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂൾ ബസ്സിൻ്റെ മുമ്പിൽ കൂടെ ഓടിപ്പോവും. അല്ലേ, ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ മുമ്പിൽ കൂടെ ഓടിപ്പോയുള്ള അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡ്രൈവർക്ക് ഈ കുട്ടി വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ വരുന്നത് കാണാൻ പറ്റില്ല. അപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അത്. അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ ബസ്സിൻ്റെ ബാക്കിൽ കൂടെ നമ്മൾ ഓടിക്കുട്ടി അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ വണ്ടി നിൽക്കുന്നത് കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറൊരു വാഹനം വരുമോ ഇല്ല എന്നുള്ളത് കുട്ടിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്, ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും കുട്ടികളുടെ തെറ്റല്ല, നമ്മൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്ത കാരണമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മക്കളുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ഒരു റോഡ് ക്രോസ് ചെയ്യേണ്ടതെന്നുള്ളത്. കുട്ടികളെ നിർത്തി അവരെ കൈ പിടിച്ച് അവരെ കൊണ്ട് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർ കറക്റ്റ് പറഞ്ഞു തരും. അവർക്ക് ആദ്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ സ്കൂൾ ബസ് നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകം അവരോട് പറയുക, ബസ് പോയതിന് ശേഷം മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ ബസ് ഡ്രൈവറോടും കുട്ടികളെ നോക്കുന്ന ആയോടും പറയാനുള്ളത്, കുട്ടികളെ സ്കൂൾ ബസ്സിന് ഇറക്കുന്ന സമയത്ത് അവരുടെ രക്ഷിതാക്കൾ അവിടെ ഇല്ല എങ്കിൽ നിർബന്ധമായും കുട്ടികളുടെ കൈ പിടിച്ച് റോഡ് കടത്തി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ജോലി. അതിൽ എത്ര തിരക്കാണെങ്കിലും എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും നിങ്ങൾ ചെയ്യാതിരിക്കുക. കുട്ടികളാണ് എല്ലാം മനസ്സിലാക്കാനും എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള പക്വത എല്ലാ സമയങ്ങളിലും കുട്ടികൾക്ക് ഉണ്ടായിന്ന് വരില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചെറിയൊരു വീഴ്ച പോലും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാക്കാം. ഇനിയെങ്കിലും നമ്മുടെ ഒരു ശ്രദ്ധ കുറവ് കാരണം ഒരു കുട്ടിക്കും ഒരു അപകടം ഉണ്ടാകരുത്. നമ്മൾ പൊന്നുപോലെ നോക്കുന്ന മക്കളാണ്, നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു കുട്ടിക്കും ഒരു അപകടം ഉണ്ടാകരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. താങ്ക്